എടി ആ ചൂലിങ് എടുത്തേടി, നിറയെ കരിയിലേ. ഇതാ ഏട്ടാ ചൂല്, നിറയെ കരിയിലേ അല്ലയോ? ഒരുപാടുണ്ട്. ചേട്ടാ നാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് പോവാന്നേ. നാളെയോ? കഴിഞ്ഞ ആഴ്ചയല്ലേ നീ പോയിട്ട് വന്നത്? ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അതിനിപ്പോ ഇത്ര സമയവും കാലവും ഒക്കെ നോക്കണ്ടതുണ്ടോ? ഞാൻ നാളെ പോവും. എടി നീ എന്റെ വീടെന്ന് പറയുന്നു, ഇത് പിന്നെ ആരുടെ വീടാ? ഇത് നമ്മുടെ വീട്, അത് ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ. എടി നിന്നെ കെട്ടിച്ച് വിടുന്നതിന് മുമ്പായിരുന്നു നിന്റെ വീട്, ഇപ്പൊ നിന്റെ വീടല്ല. പിന്നെ ആര് പറഞ്ഞു അത് എന്റെ വീടല്ലെന്ന്? അതെന്റെ വീട് തന്നെയാ. എടി നിന്റെ വേണ്ടപ്പെട്ടവരവിടെ നിനക്ക് വല്ലപ്പോഴും അങ്ങോട്ട് കയറി ചെല്ലാവുന്നല്ലാതെ അത് നിന്റെ വീടാണെന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഇത് സ്വന്തം വീടാണെന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ട് പോയാൽ മതിയെന്ന്. അതൊക്കെ ശരിയാ, ഞാൻ ജനിച്ചു വളർന്ന വീടാണ്, അത് എന്റെ അല്ലെന്ന് എങ്ങനെ പറയും? എടി ഒരു പെണ്ണിന് കല്യാണം വരെ സ്വന്തം വീട്ടിൽ സ്ഥാനമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ബന്ധുവീടാണ്. സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ കുറച്ചു നാളൊക്കെ അവിടെ നിൽക്കാം. അത് കഴിയുമ്പോൾ അവർ ചോദിക്കും, മോളെ നീ നിന്റെ വീട്ടിൽ പോകുന്നില്ലയോടി എന്ന്. അപ്പം നിനക്ക് മനസ്സിലാവും നിന്റെ വീട് ഏതാണെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോൾ തുടങ്ങും കുറേ ന്യായങ്ങളും ഉപദേശങ്ങളും. എൻ്റെ അടി, ഞാൻ ഈ പറയുന്നത് ന്യായമോ ഉപദേശമോ ഒന്നും അല്ല. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ആ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് ആ വീട് സുന്ദരമാകുന്നത്. നീ എന്താടി തല കുലുക്കുന്നത്? വീടായാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മളങ്ങ് സോൾവ് ചെയ്തേക്കണം, അത്രയേ ഉള്ളൂ. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുമെന്ന് ചേട്ടൻ പറയുന്നു. എങ്ങനെ സോൾവ് ചെയ്യും? അതുകൂടി പറഞ്ഞതാ. സമാധാനമായിട്ടിരുന്ന് കേൾക്കാമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. എന്താ കേൾക്കാവോ? പിന്നെന്താ കേൾക്കാൻ, പറ. നമ്മളുടെ സംസാരം, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, അത് ബന്ധങ്ങൾ നിലനിർത്തും. പലതരത്തിലുള്ള അഹങ്കാരങ്ങൾ പല സമയത്തും മനുഷ്യനുണ്ടാകാറുണ്ട്. അഹങ്കാരങ്ങൾ ഒഴിവാക്കുക, സമാധാനം നിലനിൽക്കും. അതൊരു സത്യ. നല്ലൊരു ശതമാനം ആൾക്കാരും പെട്ടെന്ന് കോപിക്കുന്നവരാണ്. കോപമടക്കുക, അത് പ്രശ്നങ്ങൾ കുറയ്ക്കും. ഭാര്യയോടായാലും മറ്റുള്ളവരോടായാലും സത്യസന്ധത പുലർത്തുക. സത്യസന്ധതയുണ്ടെങ്കിൽ ഭയമില്ലാതെ ജീവിക്കാം. എല്ലാവരും ഒന്നും പണക്കാരല്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ ജീവിതം മനോഹരമാകും. കോപമാണ് ഒരു വലിയ ശത്രു. കോപമടക്കുക, പ്രശ്നങ്ങൾ കുറയും. ശരിയായിട്ടാ, നമ്മൾ ശ്രമിച്ചാലേ നമ്മുടെ ജീവിതം സന്തോഷമാകത്തുള്ളൂ. സത്യമാ ചേട്ടാ, ഇനി ഞാൻ ഒരിക്കലും വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കത്തില്ല. അങ്ങനെയല്ല, ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ഒക്കെ പണം. ഇതും നമ്മുടെ വീടാണ്, അതും നമ്മുടെ വീടാണ്.